നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA വിളിച്ച യോഗത്തിൽ പരാതികളുടെ പ്രളയം. കിൻഗ്ലി പ്രീ പ്രൈമറി സ്കൂൾ ആനുവൽ ഡേ ആഘോഷിച്ചു. സ്ഥാപക ഇന്ദിര ബാലൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ കവർച്ചാ ശ്രമം. വ്യാഴാഴ്ച രാവിലെ സ്കൂൾ തുറക്കാൻ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് ഇനിയുള്ള ഭാഗം കോൺക്രീറ്റിംഗിന് പകരം ബിറ്റുമിൻ മെക്കാഡം ടാറിംഗ് ചെയ്യണമെന്ന് നാട്ടുകാരൊന്നടങ്കം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നാട്ടിക നിയോജക മണ്ഡലത്തിലെ പണികൾ വിലയിരുത്താൻ CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. റോഡ് പണി മൂലമുണ്ടായ ദുരിതങ്ങളും നഷ്ടങ്ങളും നാട്ടുകാർ അവതരിപ്പിച്ചു. 2.5 കൊല്ലം പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇനി എത്ര കാലം കൂടി കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുമെന്ന ആശങ്ക യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. വ്യാപാരികളും ബസ് ഉടമകളുമാണ് പ്രധാനമായും തങ്ങളുടെ വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചത്. ഒരു വ്യാപാര സ്ഥാപനം കൂട്ടുക 40 വ്യാപാര സ്ഥാപനം കൂട്ടി ഒരു വ്യാപാര സ്ഥാപനം കുടുംബം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞ് മനസ്സിലാവും. ഒരു ഇഞ്ച് വീതി കൂട്ടിയിട്ടുള്ള വികസനമാണ് വരുന്നുണ്ടെങ്കിൽ ശരിയാണ്. 1 ഇഞ്ച് അതെ ഒരു എത്ര കൊല്ലം 30 കൊല്ലം നിൽക്കും ഈ കോൺക്രീറ്റ് റോഡ് പറഞ്ഞത്. 30 കൊല്ലം കഴിഞ്ഞാൽ ട്രാഫിക് കണക്കാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഈ റോഡിന് മാത്രമേ സുതാര്യത കാണാനില്ല. എവിടെ പോയി ഈ പ്രോജക്റ്റിന്റെ സുതാര്യത? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം. മറ്റൊന്നുമല്ല. ഇത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ യോഗം തീരുമാനിക്കുകയാണെങ്കിൽ അതിനോട് ഞാൻ ചോദിക്കുകയും അല്ലെങ്കിൽ ഞാൻ വേറെ യോഗം വിളിച്ചു. ഇത് കോടതി പോവാൻ ധാരണയിൽ എത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ പരിധി ഉണ്ടെന്നറിയാം, പരിമിതി ഉണ്ടെന്നറിയാം. അപ്പൊ നിങ്ങളുടെ പരിമിതി കണ്ടിട്ടാണ് അതിനപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മറുപടി. അതിന് ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ള വിഷയത്തിൽ അറിയാം. എങ്കിലേ ഞങ്ങൾക്ക് അങ്ങനെ കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. വഴി തിരിച്ചുവിടുന്നത് മൂലം റോഡ് പണി തുടങ്ങിയ അന്നു മുതൽ ഒരു ബസ്സിന് ഒരു ദിവസം 1400 രൂപ വെച്ച് വർഷം 12 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ബസ് ഉടമകളുടെ അസോസിയേഷൻ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് MLA യോഗത്തിൽ പറഞ്ഞു. തന്നെ യോഗ കാര്യം പോലും അറിയിക്കാത്ത KSTP ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ MLA യോഗത്തിൽ വിമർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK രാധാകൃഷ്ണൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ചേർപ്പ് സ്റ്റേഷൻ SHO CV ലൈജുമോൻ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, ബസ് ഉടമകൾ, സംഘടനാ പ്രതിനിധികൾ, KSTP ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്തെങ്കിലും ഈ പറയുന്ന റോഡ് 203 കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും പ്രതിനിധി ഈ പറയുന്ന കോൺട്രാക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളെപ്പോഴും സത്യസന്ധമായി ഇടപെടാനും ബന്ധപ്പെടുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കലാണ്. അതാണ് നിങ്ങളോട് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറഞ്ഞ 3-4 നിർദ്ദേശം: 1 വ്യാപാരിയുടെ കാര്യം, 2 നമ്മുടെ ബസ് ഓണേഴ്സിന്റെ കാര്യം, 3 ഈ റോഡിന്റെ വീതി നീട്ടം എത്ര, അതിന്റെ ശാശ്വത പരിഹാരം, എവിടെയാണ് റോഡ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി നമ്മുടെ ഇവിടുത്തെ മേലെടുക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ കളക്ടർ പോയി കാണുന്നുണ്ട്. കളക്ടറോട് സംസാരിക്കും. കളക്ടർ ആരെ വിളിക്കുക? എന്നെയും നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയും ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും. അത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക.
കളക്ടർ കൂടിയത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരു നിശ്ചിത തീരുമാനം നമ്മുടെ സർക്കാരിനെ അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതാണ് ഈ റോഡിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുക, അതിന്റെ പ്രയോഗം ഏതാണ് ആലോചിച്ച് ആവശ്യമായ തർക്കത്തിൽ പോകേണ്ട കാര്യമില്ലത്. ഏതാണ് ഞാനാണ് ഒരു വലിയ കോടതി, അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന വിഷയം പറഞ്ഞോട്ടെ. പക്ഷെ എത്രയും നീട്ടി പോകാൻ പറ്റില്ല റോഡിന്റെ പണി. എത്രയും പെട്ടെന്ന് ഈ മഴക്കാലം കൂടി പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഈ യോഗത്തിന്റെ തീരുമാനം. ചേർപ്പ് കിൻലി പ്രീ പ്രൈമറി സ്കൂൾ ആനുവൽ ഡേ ആഘോഷിച്ചു. സ്ഥാപക ഇന്ദിര ബാലൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ കവർച്ചാശ്രമം. വ്യാഴാഴ്ച രാവിലെ സ്കൂൾ തുറക്കാൻ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. തുടർന്ന് നടന്ന പരിശോധനയിൽ അലമാരയും കുത്തി തുറന്നതായി കണ്ടു. അപ്പോൾ തന്നെ സ്കൂൾ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അധികൃതർ എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് അന്വേഷിച്ചു. തുടർന്ന് ചേർപ്പ് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാറളം പഞ്ചായത്ത് 5-ാം വാർഡിലെ അങ്കനവാടി ബാലകല്യാൺ നികേതനിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ALM അംഗങ്ങളായ സന്തോഷ് കുമാർ സെൻ, ഗ്രേസി KL, ത്രേസ്യാമ്മ പോൾ, സുനിത MS, ലിജ മനീഷ്, അനുഷ, അഭിരാമി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. ഇത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ്. അതിനു മുൻപ് മുഹമ്മദ് ഹാനിഷുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്നെ അംബാസഡറാക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടത്തെ ചില ആൾക്കാർ അത് ചാണകമാകുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ചാണകത്തെ സഹിക്കട്ടെയെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ പുതിയ മാറ്റം കൊണ്ടുവരും. കമ്മീഷണറെയും കളക്ടറെയും ഒരു തരത്തിലും മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പൂരം നടത്തിപ്പിലെ മാറ്റം സംബന്ധിച്ച് ഇന്നലെ കളക്ടറുമായി സംസാരിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർക്കാർ എന്നെ തെരഞ്ഞെടുത്താൽ തൃശൂരിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിന് വേണ്ടിയും തമിഴ്നാടിന് വേണ്ടിയുമുള്ള MP ആയി താൻ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കർണാടകയിൽ അതിന്റെ ആവശ്യമില്ല. അവിടെ തന്നേക്കാൾ നല്ല ആൺകുട്ടികളുണ്ട്. കോൺഗ്രസിലെയും CPIയിലെയും CPMയിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത്. SDPIയിലെയും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കപടതയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിന്റെ ടെക്നിക്കാലിറ്റി അറിയണം. ബെഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ബെഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസഡർ ആക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കാം. ഈ തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത്തവണ അവസാനം തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണന്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പുറത്തു നിന്നൊരു MP ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാം. എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു 99% എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന MP ആയാൽ
ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്. അവർ നോക്കിക്കോളൂ. അപ്പൊ തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കുന്ന ഒരു MP ആയിരിക്കും ആ ഖ്യാതി തൃശ്ശൂർ എന്നെ തെരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 17 പവൻ കവർന്നു. അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 17 പവൻ കവർന്നു. അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു മോഷണം. വീട്ടുജോലിക്കാരി രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഈ സമയത്ത് വീടിന്റെ പിറകുവശത്തെ ഇരുമ്പ് വാതിൽ തുറന്ന നിലയിലായിരുന്നു. സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിനകത്ത് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിലായിരുന്നു. തുറന്നു നടത്തിയ പരിശോധനയിലാണ് 3 മോതിരവും 1 ചെയിനും മോഷണം പോയത് മനസ്സിലാക്കിയത്. താക്കോൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് ഫ്രണ്ടിൽ കൂടെ വാതിൽ കയറി നോക്കിയപ്പോഴാണ് അടുക്കള വാതിലിൻ്റെ പൊളിച്ച് വെച്ചിട്ട് വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. വാതിൽ തുറന്നെടുക്കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കാറ് ഇടാൻ കൊണ്ടുവന്ന ആൾക്കാരങ്ങനെ തുറന്നിട്ട് മറക്കാമെന്ന് വെച്ച്. പിന്നെ ബാത്റൂമിലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് അത് ഓഫാക്കി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ സാറിൻ്റെ റൂമിലത്തെ പാലിറ്റിയിലെ കാശ് കാണാനില്ല, അത് അങ്ങനെ തന്നെ അടുക്കളയിലിരിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടുത്തെ പണിക്കാരനെ ബിജുവിനെ വിളിച്ച്, ബിജു അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ തന്നെ ബിജു വന്നു. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മുകളിലൊക്കെ കയറി നോക്കിയിരുന്നു. അപ്പോൾ എല്ലാം വലിച്ചു വരിട്ടുണ്ട്. അങ്ങനെ കണ്ട് വിവരമറിഞ്ഞ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. 1 മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ്. മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു. ഇതിനിടെയായിരുന്നു മോഷണം. എടത്തിരുത്തി പൈനൂർ കനോലി കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. താന്യം അഴിമാവ് സ്വദേശി പേരാത്ത് വീട്ടിൽ ധർമ്മന്റെ മകൻ ദ്രാലിഷ് ആണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. പൈനൂർ NLLP സ്കൂളിന് കിഴക്ക് ഭാഗത്തുള്ള ഫാമിനടുത്തെ പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. കയ്പമംഗലം പോലീസും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലോർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. തരിച്ചിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളുടെ പാർക്കും ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്ത പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിന് ഇരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറയ്ക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ എൻ്റെ വീട് ഇതിൻ്റെ അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മൾ കുടിവെള്ളം എടുക്കുന്നത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പം ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാനോ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ സ്മെല്ലാണ്. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ച് പരിഷത്തിന്റെ പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ KK അനീഷ് കുമാർ പറഞ്ഞു.
മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഡിവൈഎസ്പി എഴുതിയ കഥാസമാഹാരത്തിന്റെ കവർ പേജ് ഒരുക്കിയത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. കാഞ്ഞാണി ഭവൻസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നർത്തകിയുമായ കീർത്തന ബാലകൃഷ്ണനാണ് ചിത്രങ്ങൾ വരച്ചത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് എഴുതിയ കാട്ടുപന്നി എന്ന കഥാസമാഹാരത്തിലാണ് കീർത്തനയുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ചെറുപ്പം മുതൽ ചിത്രകലയിൽ താൽപര്യമായിരുന്ന കീർത്തന പെൻസിലുകൾ ഉപയോഗിച്ചും വാട്ടർ കളറിംഗിലും 100 കണക്കിന് ചിത്രങ്ങൾ ഇതുവരെ വരച്ചിട്ടുണ്ട്. ചിത്രകലയിൽ മാത്രമല്ല നല്ലൊരു നർത്തകി കൂടിയാണ് കീർത്തന. 7 വർഷമായി ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവ അഭ്യസിച്ചു വരുന്നുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഇതിനകം ലഭിച്ചു. ഇതിനിടയിലാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് തന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന് കവർ ചിത്രം വരയ്ക്കാൻ കീർത്തനയെ സമീപിക്കുന്നത്. കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും പ്രത്യേകതകളും പറഞ്ഞുകൊടുത്തു. എൻ്റെ 12ാമത്തെ പുസ്തകമാണ് കാട്ടുപന്നി. 7 കുറ്റാന്വേഷണ കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ കാട്ടുപന്നി എന്ന കഥയ്ക്ക് ചിത്രം വരച്ചിരിക്കുന്നത് കീർത്തന ബാലകൃഷ്ണനാണ്. കുട്ടിക്കാലം മുതലേ അവൾ നല്ലപോലെ ചിത്രങ്ങൾ വരയ്ക്കും എന്നെനിക്കറിയാം. ഈ കഥ പറഞ്ഞു കൊടുത്ത് അവളെക്കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്തത്. ഏകദേശം 1 മാസത്തോളം സമയമെടുത്ത് വളരെ ഭംഗിയായി വരച്ച ഈ ചിത്രം പബ്ലിഷേഴ്സിനെ ഇഷ്ടപ്പെടുകയും ഈ കഥാസമാഹാരത്തിലെ 7 കഥകൾക്കും അവൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1 മാസത്തോളം സമയമെടുത്ത കീർത്തന കഥാകൃത്തായ സുരേന്ദ്രന്റെ മനസ്സിൽ തെളിഞ്ഞ കുറ്റാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുപന്നി എന്ന 7 കഥകളടങ്ങുന്ന പുസ്തകത്തിന് കവർ ചിത്രമൊരുക്കി. ഇത് പുസ്തകത്തിന്റെ പ്രസാധകരുടെ അടുത്തെത്തിയപ്പോൾ ബാക്കി ചിത്രങ്ങളും കീർത്തന തന്നെ വരയ്ക്കട്ടെ എന്ന നിർദ്ദേശം വന്നു. തുടർന്ന് മറ്റെല്ലാ ചിത്രങ്ങളും കീർത്തന വരച്ചു. എറവ് മങ്ങാട്ടില്ലത്ത് വളപ്പിൽ ബാലകൃഷ്ണന്റെയും സുജാതയുടെയും ഇളയ മകളാണ് കീർത്തന. സഹോദരി കാർത്തിക. തൃശൂർ ഡിസിസിക്ക് മുൻപിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറക്കൽ. പ്ലക്കാർഡുമായി ഡിസിസിക്ക് മുൻപിൽ പ്രതിഷേധിക്കുകയായിരുന്നു. കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി.എൻ. പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡിസിസി ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി.എൻ. പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിഷേധം. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയും ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് കമ്മിറ്റി മുൻ ചെയർമാനുമായ ഇസ്മായിൽ അറക്കലാണ് ഡിസിസി ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. ഒരു കൈയിൽ പ്ലക്കാർഡും മറുകൈയിൽ കെ മുരളീധരന്റെ ചിത്രവും പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി.എൻ. പ്രതാപനും ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവെക്കുക എന്നതായിരുന്നു പ്ലക്കാർഡിലെ ആവശ്യം. തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേർക്കും വേണ്ടിയാണ് തന്റെ പ്രതിഷേധമെന്ന് ഇസ്മായിൽ അറക്കൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സമയവും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് താൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താൻ കെ മുരളീധരനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിരുന്നു. സ്വന്തം മണ്ഡലമായ നാട്ടികയിൽ പോലും ടി.എൻ. പ്രതാപൻ പ്രചാരണത്തിലുണ്ടായിരുന്നില്ല. പ്രതാപന്റെ പഞ്ചായത്തായ തളിക്കുളത്തെ ബൂത്തുകളിൽ പോലും കെ മുരളീധരന് ലീഡ് ലഭിച്ചില്ലെന്നും ഇസ്മായിൽ കുറ്റപ്പെടുത്തി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഇസ്മായിൽ അറക്കലിന്റെ ഒറ്റയാൾ സമരം ഉച്ചവരെ തുടർന്നു. തന്റെ പ്രതിഷേധം സൂചന മാത്രമാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ഇസ്മായിൽ അറക്കൽ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടിയ നമ്മുടെ കെ മുരളീധരന്റെ വലിയ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിക്കണം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചെയർമാൻ ടി.എൻ. പ്രതാപൻ, കഴിഞ്ഞ MP ആയ ടി.എൻ. പ്രതാപൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം. ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ദയവ് ചെയ്ത് ടി.എൻ. പ്രതാപനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കണം എന്ന് ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ സംസാരം. ഈ കോൺഗ്രസ് തൃശ്ശൂരിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വലിയ അപകടം അടുത്ത പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. ആ ഭവിഷ്യത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധം. മതിലകം പുതിയ കാവിൽ ദേശീയപാതയിൽ എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിൽ തട്ടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞ നിലയിലാണ്.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6730 രൂപ, പവന് 53,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA വിളിച്ച യോഗത്തിൽ പരാതികളുടെ പ്രളയം. ചേർപ്പ് കിൻഗ്ലി പ്രീ പ്രൈമറി സ്കൂൾ ആനുവൽ ഡേ ആഘോഷിച്ചു. സ്ഥാപക ഇന്ദിര ബാലൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ കവർച്ചാ ശ്രമം. വ്യാഴാഴ്ച രാവിലെ സ്കൂൾ തുറക്കാൻ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.